ഹലോ ഗൈസ്, നമസ്കാരം. ആർട്ട്കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ സന്ദീപ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണാണ്. വാഗമണ്ണാണ് നമ്മുടെ അടുത്ത വീഡിയോ. ബാക്കിൽ കണ്ടോ ഒരു പള്ളി കാണാല്ലേ, എൻ്റെ കിഡിൻ്റെ വ്യൂ കേട്ടോ. കോട ഇറങ്ങിയിട്ട് ഇവിടെ പോയേ ഉള്ളൂ. ഞാനൊന്ന് മൂക്കൊക്കെ കഴുകി വരുമ്പോഴത്തേനും കോടയൊക്കെ പോയി. അങ്ങനെ വാഗമണ്ണിത്തെ ഒരു പുലർക്കാലം നമുക്ക് കിട്ടി. ആരും എണീറ്റിട്ടൊന്നുമില്ല. ട്രാഫിക്ക് പൊരിഞ്ഞ ഉറക്കാണ്. കുറേ റൺ ചെയ്തിണേ. നമ്മൾ കമ്പത്തേക്കും തേനീക്കൊക്കെ പോയതല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ റൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോട കുറച്ചും കഴിഞ്ഞ് കിട്ടൂലെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നേരത്തെ എല്ലാവരും പോയി എണീപ്പിച്ചിട്ട് നേരത്തെ തന്നെ എല്ലാ വ്യൂ പോയിന്റിലും എത്തണം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണം കേട്ടോ. അടിപൊളിയല്ലേ? നമുക്ക് ഇടയിൽ ഇങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ എന്താ ബ്രെഡ് ടോസ്റ്റ് അല്ലേ, ബ്രെഡ് ഓംലെറ്റ്. അതാണ് ബ്രെഡ് ടോസ്റ്റ് ആയിട്ടില്ല, ബ്രെഡ് ഓംലെറ്റും പിന്നെ കമ്പും കൂട്ടിയിട്ട് അടിക്കുക. എങ്ങനെയുണ്ട്? നമ്മളിവിടെ ഹോട്ടൽസ് ഒന്നും അധികം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ നമുക്ക് ഹോട്ടൽസ് എത്തുന്ന വരെ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ. അതന്നെ, അതായത് കുറേ പോകണ്ടിനി എവിടെ എത്തണമെങ്കിലേ. അപ്പോൾ തട്ടുകടകൾ മാത്രമേ ഉള്ളൂ. തട്ടുകടകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവരെ കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അവതാളത്തിലാണ്. കസ്റ്റമറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്ന് പോയിരുന്നു എന്നൊക്കെ. ഞാനൊന്ന് കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഓംലേറ്റിന് എന്താ ടേസ്റ്റ്? എവിടെ പോയാലും ഓംലേറ്റിനുള്ള ടേസ്റ്റ് തന്നെ, അടിപൊളി. എന്താ പറയാ, തേയിലത്തോട്ടത്തിന്റെ നടുവിൽ കുറെ മലനിരകളുടെ ഇടയിൽ ഒരു ലേക്ക് ഉണ്ട്, ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നമുക്ക് എന്താ പറയാ ബോട്ടിംഗ് സംവിധാനം ഉണ്ട്. അതായത് പെഡൽ ചവിട്ടി പോകുന്ന ആ ഒരു സംവിധാനം ഉണ്ട്. അതേപോലെ തുഴഞ്ഞു പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല, അത്ര അധികം നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടവും ആ ഒരു തടാക തീരമൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് സൈക്കിൾ പെഡൽ ഇതിന് ചെയ്യണില്ല. എന്തായാലും അതിൻ്റെ ഇടയിൽ കുറെ പണി കിട്ടി, അട്ടകടിയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ പെഡൽ ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് തിരിച്ചു പോകാനുള്ള ഒരു പണിയിലാണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താൻ പോവാണ്. എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഇതിന് റോപ്പ് റേസ് ആണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണാന്ന് വിചാരിക്കുക. സംഭവം വളരെ രസമാവില്ലേ? വെള്ളത്തിൻ്റെ, അതായത് ഒരു വെള്ളത്തിൽ വീണ ആകെ വെള്ളം കളിയാവും. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ വെള്ളത്തിൽ വീഴാണ്ട് അക്കരെ എത്തുക ഭയങ്കര രസമുള്ള പരിപാടിയാണ് എന്തായാലും. പക്ഷേ ഞങ്ങൾ ഭയങ്കര രണ്ടും കൽപ്പിച്ചിട്ടൊക്കെ വന്ന് കോസ്റ്റ്യൂമൊക്കെ വണ്ടിയിരിക്കുക, അത് കയറാനേ ഒന്നുമില്ല. അപ്പോൾ കൊറോണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കൊറോണ കഴിയാൻ പോകണമെന്നില്ല, വേറെ കാര്യം. കൊറോണയുടെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ തീരുകയാണെങ്കിൽ ഇതൊക്കെ ഓപ്പൺ ആവും. അപ്പം നമുക്ക് അടുത്ത വരവിൽ ആ സാധനത്തിൻ്റെ മുകളിൽ കൂടെ പോവാം, അത്ര തന്നെ. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റ് കണ്ടു, അത് കഴിഞ്ഞ് ഇതാ ടീ ലേക്ക് കണ്ടു. ഇപ്പോൾ ഇവിടുത്തെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വാഗമണ്ണിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ.